ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? ഞാനേ ഇന്നലെ വോയിസിൽ വന്നത് നമ്മളെ ഈ കുരുവട്ടൂര് നൗസാദ് ഉണ്ടല്ലോ, കോമാളി അബ്ദുള്ളാന്റെ മുരീദന്മാര്, തെറിയൂര് കുഞ്ഞേമും പമ്പേഴ്സ് സമതും കാട്ടുവളപ്പിന് നൗസാദും, അങ്ങനെ ആ കമ്പനി ഉണ്ടല്ലോ, ആ അടുപ്പും കല്ലും ഒക്കെയൊരു ചട്ടം പോയിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. വൈറ്റേക്ക് ഇപ്പൊ പരിപാടി എന്താ പറയാ, നമ്മളെ നാട്ടിലൊക്കെ എല്ലാവർക്കും കാണാം, ആക്രി കച്ചവടക്കാര് പഴയത് പൊറുക്കി ഇങ്ങനെ നടക്കണേ. അപ്പൊ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വേദി സമ്മേളനങ്ങളോ മജ്‌ലിസുകൾ നടന്ന സ്ഥലത്ത് ഇറ്റങ്ങള് അടുത്ത താർപ്പായും പന്തലും ഇതൊക്കെ ഇറ്റങ്ങളെ ഒരു ഫോട്ടോ കണ്ടിരുന്നാലും ലോറി കെട്ടി വെച്ച് പോണ് ഒക്കെ പഴയത് പൊറുക്കി അങ്ങനെ പോവാ. അവിടേക്ക് എത്തിയിട്ട് അവിടെ ഇറ്റങ്ങള് കിടന്നിട്ട് അലറുക, എന്നിട്ട് അവിടുത്തെ പഴയതൊക്കെ പൊറുക്കി തപ്പി പിടിച്ച് പൊറുക്കി എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കുക, ഉള്ളതിനെ വെട്ടിച്ച് ചെറുതാക്കുക. ആക്രി കച്ചവടക്കാര് അങ്ങനെയാണല്ലോ, ഈ അൽമണി സാധനങ്ങളൊക്കെ തോനുണ്ടെങ്കിൽ ചാക്ക് കൊള്ളങ്ങ ചവിട്ടി നെൽക്കിയിട്ടടല് എന്ന മാതിരി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കളവൊക്കെ പറഞ്ഞ് തൂക്കത്തിലൊക്കെ വ്യത്യാസം വരുത്തി അങ്ങനെ നടക്കുക. ലോക ചരിത്രം എന്ന് പറയാ, ചരിത്രത്തില് ഹിദായത്ത് നഷ്ടപ്പെട്ട ആളെ കാണണം എന്നുണ്ടെങ്കിൽ ആ കുരുവട്ടൂർക്ക് പോയാൽ മതി. ഹിദായത്ത് ഉസ്താദുമാരെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, പടച്ചോന്റെ ഒന്നും പൊരുത്തമില്ലാത്ത കുറച്ച് ആളുകൾ, സംഘം, വല്ലാത്തൊരു മനുഷ്യന്മാരല്ല, എന്തെല്ലാം വാക്കുകളാ ഉപയോഗിക്കണം പടച്ചോനെ. സ്വന്തം ഉസ്താദുമാര്, സ്വന്തം മാതാപിതാ ഗുരു ദൈവം എന്നല്ല പറഞ്ഞു. സുലൈമാൻ ഉസ്താദൊക്കെ എത്ര വട്ടം പറഞ്ഞു വെച്ച അശനിയാണ്, ഓ നല്ല അശനിയല്ല, നല്ല ആൾക്കാരെ കൂട്ടത്തിൽ അവനെ കൂട്ടാൻ പറ്റില്ല. റയീസുലൈമന്റെ ഒക്കെ ഒരു വാക്കാണ് കിട്ടിയാൽ മതി, എന്നാ ഉഷാറായി. കിബിർ ആ ചങ്ങായിന്റെ കളറ് മാതിരി, ആ ചങ്ങായിന്റെ ഹൃദയത്തിന്റെ കളർ കറക്റ്റാണ്, കിബിറാണ്. മറ്റോ പിന്നെ തരുവോ, ഈ തെറിയൂര് കുഞ്ഞായ്മതി നമ്മുടെ കൊളത്തൂർ ഭാഗത്തൊരു മന്നാനി ഉസ്താദിന്റെ ദർസ് പഠിച്ചു. അന്ന് ആ ദർസ് പഠിച്ച കാലത്ത് ആ നാട്ടിലുള്ള ഒരാള് ഞങ്ങൾ അപ്രതീക്ഷിതമായി വിദേശത്ത് നിന്ന് കണ്ടുമുട്ടിയപ്പോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോ അയാൾ പറയാം, അന്നേ സാമർത്ഥ്യക്കാരനാ, കളവ് പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ സാമർത്ഥ്യക്കാരനാണ്. കുലിൽ ഹക്ക വലൗ കാന മുർറൻ. അവൻ പഠിച്ചിട്ടുണ്ടാവില്ല, അന്ന് ഓൻ ചിലപ്പോ എവിടെയെങ്കിലും കക്കാൻ പോയ നീക്കാരം അവൻ പറയില്ലല്ലോ, ഓൻ കളവ് ഇങ്ങനെ പറയില്ല, കളവ് പറയില്ല, എത്ര കൈപ്പുള്ളാണെങ്കിൽ കളവ് പറയരുത് എന്നുള്ള ഹദീസിന്റെ ഭാഗത്ത് പഠിപ്പിച്ച സമയം. പിന്നെ ഇപ്പൊ പേരോട് ഉസ്താദിനെ ഇവര് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യണം. ഉസ്താദിനെ എന്നാൾ സമതൊരു കളിയാക്കണുണ്ട്, ചേമ്പത്ത് തൊള്ളേട്ടമാതിരിയുള്ള ആളാണ്. പിന്നെ ഇപ്പൊ പേരോട് ഉസ്താദിനെ ഇവര് ഈ നൗസാദിനോടും ഓന്റെ ഈ ബുദ്ധിയില്ലാത്ത ഈ സംഘത്തിനോട് പറയാനുള്ള എന്തറിയോ, അന്നൊക്കെ ഉണ്ടാക്കാൻ നിർമ്മിക്കാനേ ആലോചിക്കുന്നതിന്റെ മുമ്പ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച ആളുകളാണ് കാന്തപുരം എ പി ഔക്കൂർ മുസ്ലിയാരും, റയീസുലൈമ സുലൈമാൻ മുസ്ലിയാരും, പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാരും, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയൊക്കെ. അതൊന്ന് മനസ്സിലാക്കി വെക്കണത് നല്ലതാ. എന്റെ അബ്ദുള്ളാനോട് പറഞ്ഞാലും ഓനൊക്കെ ചെറിയ കാലിന്റെ അടിയത്തെ ചോപ്പ് മാറാത്ത പൈതല, മുടി കുറച്ച് താഴത്തേക്ക് ഉണ്ടാക്കി താടി കുറച്ചാൽ നീട്ടി, ഓന് പുതപ്പ് തോളിട്ട് ഓടി പെട്ടെന്ന് ഉറങ്ങാൻ വരുമ്പോഴേ ആടെ ഉറങ്ങാനും വേണ്ടി ഇരിക്കുള്ള ആ പുതപ്പ് കമ്പിളി പോപ്പൊക്കെ തോൾക്കോട്ട് നടന്നു വിചാരിച്ച് വയസ്സ് കൂടൂല. വയസ്സായുള്ള നിലവിലുള്ള ആധാറിലോ ഐഡന്റിറ്റി കാർഡോ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ആ വയസ്സേ ഉണ്ടാവുള്ളൂ. ഓൻ വേറെള്ളൊക്കെ കൂടി ഉണ്ടാവും. ഓൻ ചിലപ്പോ അവിടെ പിന്നെ കുരുവട്ടൂര് തെറി പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ റിഫൈൻ ചേക്ക് ചിലപ്പോ ഓനെ പിന്നെ പഞ്ഞുമുട്ടായി ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകാനെ. അങ്ങനെയൊക്കെ കറാമത്തോ പന്നാൾ പറഞ്ഞല്ലോ. ഓൻ പെട്ടെന്ന് റിഫൈൻ ചെയ്ത് ബഗദാദ് പോയി, പിന്നെ വേറെവിടെ പോയി, മറ്റേ പോയി, ഓനെ എവിടെയും കാണാം എവിടെയും കാണാം. അങ്ങനത്തെ ഈ തെറി പറഞ്ഞ ഏതെങ്കിലും തരീക്കത്തില്, ഏതെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തില്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതിന്റെ ഒരു മാർഗത്തില് തെറി പറഞ്ഞിട്ട് ഔലിയായതുകൾ ആരെയും കിട്ടണോ? ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തെറി പറഞ്ഞാണ്ട് ഈ എന്താ പറയാ, മൃഗങ്ങൾ പോലും ലജ്ജിക്കണ ജാതി തെറി. കിബിർ എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കിബിർ.
ഒരു വിഷയമില്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നിട്ട് കിബിറ് പറഞ്ഞു പോവാ. ഇതൊക്കെ പടച്ചോൻ കണ്ട് എഴുതി വെച്ചോളി. ഇന്റെ വോയിസ് കേൾക്കണ മുഴുവൻ ആളുകളും എഴുതി വെച്ചോളി. അള്ളാഹു എന്നുള്ള ഈ ലോകത്തിന്റെ ഒരു രാജാധികാരമുള്ള ഒരാള് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓലൊക്കെ വിശ്വസിക്കണ്ടേ കുഞ്ഞ്. ആ അള്ളാഹു എന്നുള്ള ഒരു നമ്മളൊരു പടച്ചോനുണ്ടെങ്കിൽ ഒരിക്കലും നൗഷാദിനെയും അബ്ദുള്ളാനെയും കുഞ്ഞേമേനെയും സമദിനെയും വെറുതെ വിട്ടോളന്നില്ല. വെറുതെ വിടൂല. ഓർക്ക് ഇങ്ങനെ ചൂണ്ടലിങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ചൂണ്ടലിങ്ങനെ അയച്ചിട്ട് ഒരൊറ്റ പൂർത്തിയാക്കൽ നമ്മൾ കുറെ കണ്ട. 89 ശേഷം 2000 വരെ 2002 2003 വരെ AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സംഘടനയുള്ള ആളുകളും അനുഭവിച്ചത് റിപ്പീറ്റ് അടിക്കൽ തുടങ്ങിയാണ്. അന്ന് ഓലെ കാരാഗ്രഹത്തിന്റെ ഉള്ളിലാക്കിയ ആളുകൾക്കൊക്കെ അത് തിരിച്ചടിച്ചിട്ട് ഓര് തമ്മിൽ കാരാഗ്രഹത്തിന്റെ ഉള്ളിലാകാൻ തുടങ്ങിയാണ്. നിങ്ങളൊക്കെ കാണുന്നില്ല എല്ലാവരും. കാന്തപുരം മുസ്ലിയാർ അന്നും സംയമനം പാലിച്ച്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക കുഞ്ഞു, കടങ്ങയത്ത് കുട്ടിക്ക, KTC അബ്ദുൽ ഖാദർ, അമ്പലക്കണ്ടി അബ്ദു, എളങ്കൂരിൽ അബുഹാജി, ഇവരൊക്കെ മുസ്ലിം ലോകം മറന്നോ? മണ്ണാർക്കാട്ടെ കുഞ്ഞൂന് നൂറുദ്ദീന് മറന്നിട്ടില്ല. ആരും മറന്നു? അതൊക്കെ സംയമനം പാലിച്ച് കടിച്ച് പൊടിച്ച് ഇന്ന് ലോകത്ത് സംഘടനാ സെറ്റപ്പുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് നിറകുടമായ എല്ലാ സമ്പ്രദായത്തിലും മുമ്പന്തിയിൽ നിൽക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അയാൾ അനുയായി വൃത്തങ്ങളാണ്. അല്ലാതെ ആരുമല്ല. അത് ലോകം തെളിയിച്ച് ലോകം അംഗീകരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാണത്തിലെ പുഴുമായിട്ടുള്ള അബ്ദുള്ളയും നൗസാദും കുഞ്ഞേമ്മവും സമതും കണ്ടു. എവിടുന്നോ കുറച്ച് ഫണ്ടിറങ്ങുന്നുണ്ട്. ഇതിപ്പോ സ്റ്റേജ് കെട്ടാനും മൈക്ക് കെട്ടാനും പിന്നെ ഈ ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്തിരിക്കുകയാണ് അവന്റെ പരിപാടി മൊത്തം. ഞങ്ങൾ നാളെ പൂനൂരിൽ വരുന്നുണ്ട്. അപ്പോ നിങ്ങളെ എന്താക്കണം, പെട്ടെന്ന് നോട്ടീസും അനൗൺസ്മെന്റും പെട്ടെന്ന് ഉണ്ടാകണം. അനൗൺസ്മെന്റ് ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ഇതിന്റെ വോയിസ് വെക്കുന്ന ആളുകളെ നാട്ടിലെവിടെയെങ്കിലും പരിപാടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത ബൊലോറോ മയത്തെ വണ്ടിയേക്കാരം അതങ്ങനെ കൊട്ടഞ്ഞുക്കാതി തൈലത്തിന്റെ വണ്ടി പോണേ അങ്ങനെ പോവാ. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാ പോണേ. അതിന്റെ നൗഷാദ് ഇതൊക്കെ എത്ര വലുപ്പുണ്ടല്ലോ. കുതിരെ മരക്ക ഇതേ ഒന്ന് ആ ചുമരുമ്പോ എന്നൊന്ന് വരച്ചു നോക്കിയ അന്റെ ഏതെങ്കിലും ഒരു ശരീക്കന്മാര് അന്റെ കൂടെ പഠിച്ച് അന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അന്റെ കൂടെ യാത്ര ചെയ്ത് അന്നെ അറിയണേ അന്റെ ഏതെങ്കിലും ഒരു ശരീക്കന്മാര് അന്നെ നല്ലത് പറയണ്ടോ? അന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദില്ലേ പൊടിയാട് ബാക്കവി, സലാം ബാക്കവി, അയാളോടൊന്ന് ചോദിച്ചു നോക്ക എന്നെ പറ്റി. ആരാ എന്നെ പറ്റി നല്ല പറഞ്ഞു? പഠിച്ച റബ്ബ് വരെ എന്നെ പറ്റി നല്ല പറഞ്ഞില്ല. പിന്നെ വേറൊന്ന് ഖുതുബുൽ-ആലം റഈസു സാഹിദീൻ CM വലിയുള്ളാഹി അവസാനം കൈകാര്യം ചെയ്ത ആളും മഹാനായ കാന്തപുരം മുസ്ലിയാര. അവസാനത്തിൽ മണ്ണോട് അടിഞ്ഞ് കബർക്ക് വെക്കുന്ന സമയത്ത് വരെ കൂടെ ഉള്ള ഒരാൾ AP അബൂബക്കർ മുസ്ലിയാര. ഖുതുബുൽ-ആലമിന്റെ കുരുത്തവും പൊരുത്തവും വിനയവും സ്നേഹവും ഒക്കെ കിട്ടി ലാളനൊക്കെ കിട്ടി വളർന്ന ആളാ AP അബൂബക്കർ മുസ്ലിയാർ. അല്ലാതെ ഖുതുബുൽ-ആലമിന്റെ സ്നേഹം കിട്ടാന് വേറെ അന്ന് മൂപ്പര് എതിർകക്ഷിയുള്ള ആളുകളെ തെറി പറഞ്ഞു കിടന്നാണ്ട് സ്നേഹം പറ്റിയ ആളല്ല. അൻതാലൽ ഹക്ക് ഇജല്ലടാ പറഞ്ഞ്. അന്റെ അബ്ദുള്ളാന്റെ വാപ്പ പോയപ്പോ അല്ലടാ പറഞ്ഞ് കൈതകളെ കൈതകളെ കോളാമ്പി കാക്കൂസ് മുജിന്റെ തീട്ടത്തിന്റെ വിലയും കൂടി ഇല്ലാതെ നായികാട്ടങ്ങൾ 3 4 അബ്ദുള്ള ഇങ്ങനെ കുത്തർന്ന് തൂറുക, അത് 3 കുത്തർന്ന് ഇങ്ങനെ ചിക്കി പരച്ച. നിങ്ങൾക്കൊക്കെ അതിന്റെ നല്ലോ വലിയൊരു ക്ലോസിറ്റ് വാങ്ങിയാണ്ടി അടിക്ക് നല്ലോണ്ട് താഴത്തേക്ക് എത്തണേ. സാധാരണക്കാര് കൈകാര്യം ചെയ്യുന്ന കാലാണല്ലോ വരാൻ പോണ. വാപ്പാന്റെ കാല വരാൻ പോണു. സാധാരണക്കാര് കൈകാര്യം ചെയ്യുന്ന കാലം. എന്റെ തൊള്ള കെടുത്തണ്ട. ഞാൻ കുറച്ചൊക്കെ എന്റെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അന്നെ തെരുവില് കൈകാര്യം ചെയ്യാൻ ആർക്കും കഴിയാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. പിന്നെ ഇതൊക്കെ സമുദായത്തിന് അയ്പാടോ. ഇതൊക്കെ ഒരു അയ്പായിട്ടാ വളരുന്നത്. ക്ഷീണായിട്ട് ചീത്തപ്പേരായിട്ട് ദീനില്ലാതാക്കാൻ വേണ്ടി ഇതൊക്കെ കെട്ടിയിറങ്ങി വലിഞ്ഞിറങ്ങി. എവിടക്കെല്ലാം മൂങ്ങിപ്പോയി. പാണക്കാട്ട് കുറെ മണ്ടിയൊക്കി ഐറ്റങ്ങൾ അവിടെ റബീഉൽ അവ്വൽ ആദ്യത്തിൽ എല്ലാ കൊല്ലവും നടക്കാണ്ടൊരു മൗലൂദ് ഉസ്താദ്മാരൊക്കെ പങ്കെടുത്താൻ, വലിയമാരും അവിടെ സ്നേഹിക്കണോലൊക്കെ പങ്കെടുത്താണ്. അവിടെയും വലിഞ്ഞു കയറി ചെന്ന് പട്ടിക്കാട്ടിക്ക് മണ്ടി, ചെമ്മാട്ടിക്ക് മണ്ടി, കുറെ BJP-ക്കാരൊപ്പം മണ്ടി. പിന്നെ ഏതോ സൂഫി അസോസിയേഷൻ പറഞ്ഞാണ്ട് മറ്റേ മണ്ണാർക്കാട് ഭാഗത്തുള്ള ഏതൊക്കെയും കുറെ കാവടിയാട്ടക്കാരൊപ്പം മണ്ടി. ആരൊക്കെ ഇപ്പം പരക്കപ്പ ആർക്കും വേണ്ടന്നെ. ആർക്കും വേണ്ട. അന്നെ വേണ്ട, നൗസാദിനെ സമദിനെ വേണ്ട, കുഞ്ഞേമേനെ വേണ്ട, അന്റെ കോളാമ്പി അബ്ദുള്ളാനെ വേണ്ട. ഇങ്ങക്കൊക്കെ നല്ല എന്താ 4 ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല വട്ടന്ന് പൈസക്കാരാകാം. നിങ്ങൾക്ക് വലിയൊരു ലോറി എടുത്താണ്ടേ ഒരു ആക്രി കച്ചവടം തുടങ്ങും. ഇപ്പൊ നിങ്ങള് പഠിച്ചല്ലോ. ഇപ്പൊ
ആക്രി കച്ചവടങ്ങൾ പഠിച്ച് പേരുസ്താദ് പൂനൂരിൽ, അപ്പൊ നാളെ നൗസാദ് പൂനൂരിൽ, അപ്പൊ നൗസാദ് അവിടെ ചെന്നാണ്ട് പേരുസ്താദ് അവിടെ ഇട്ട് വെച്ച് പോയ പഴയ സാധനങ്ങളൊക്കെ നുള്ളി പൊറുക്കിയെടുത്ത് കീസിലാക്കി പിന്നെ അടുത്ത പരിപാടിക്ക് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകും. ഒരു വിഷയദാരിദ്ര്യമായിട്ട് നടക്കാനുള്ള ചങ്ങായിമരങ്ങൾ, ഒരു വിഷയജലം നോളജ് സിറ്റി വേണ്ട ഏതോ സർട്ടിഫിക്കറ്റ് കെട്ടിയറിഞ്ഞാണ്ട് മുൻപ് അവന്റെ പേര് കൊടുത്താണ്ട് സർട്ടിഫിക്കറ്റ് കെട്ടി ഇങ്ങനെ കട്ടും പൊടിച്ച് അങ്ങനെ ജീവിക്കുക. അങ്ങനെ എത്ര കാലം ഇങ്ങനെ ജീവിക്കടും. നേരം വെളുക്കുമ്പോ രാത്രി ഉറങ്ങുമ്പോ എന്താ ചെയ്യല്? ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് ഉറങ്ങാൻ എനിക്ക് കഴിയൂല. കാരണം നേരം വെളുക്കോളം ആലിമീങ്ങളെ തെറി പറഞ്ഞാണ്ട് നടക്കല്ലേ. ഈ ആലിമീങ്ങളെ തെറി സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് നടക്കണ, ദർസ് നടത്തണ, പിന്നെ സ്ഥാപനങ്ങൾ നടത്തണ, പള്ളി സംരക്ഷിക്കണ ഈ ആലിമീങ്ങളെ, 10,000-കണക്കിന് പള്ളി നെറി ലോകത്തിന് സംഭാവന ചെയ്ത 10,000-കണക്കിന് സ്ഥാപനങ്ങള്, മുത്താലിമീങ്ങളെ, അഹ്സനിമാരെ, സക്കാഫിമാരെ, സഅദിമാരെ, അങ്ങനെ തുടങ്ങി വലിയ വലിയ ഉസ്താദുമാരെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത് പോലെ പഠിപ്പിച്ച് വളർത്തി പോറ്റി വളർത്തി ഇജുൻ നൗസാദും സമദും അബ്ദുള്ള എല്ലാവരും സംരക്ഷിക്കണ ഈ ആളുകളെ തിന്നിട്ട് ജിനിക്ക് എടുക്കണ്ട്. നേരം വെക്കുമ്പോ ജയിച്ചുമ്പോ ഇങ്ങനെ ആലോചിച്ചുണ്ടാവും. എല്ലാവരും ജയിച്ചുമ്പോ എന്തേലും ചൊല്ലി പറഞ്ഞാണ്ടാന്ന് ജയിച്ചുമ്പോ ഇന്നിപ്പോ അവിടെ സ്റ്റേജ് ഇട്ട് ഇന്നിപ്പോ എന്താ അവിടെ പറയാ, ഇന്നിപ്പോ പേരോടിനെ എങ്ങനെ കുത്തി ഇതാക്കുക? എടോ, പേരോടിനൊന്നും എനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പേരോടിനെ എന്നല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഒന്നും ചെയ്യാൻ എനക്ക് കഴിയൂല. എഴുതി വെച്ചോ. ഞാൻ എന്നെ വെല്ലുവിളിക്കാണ്. മറുപടി പറയാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ഓരോ വീഡിയോ എടുത്തിട്ട് ഞാൻ എയർ കുറ്റിപ്പുറം അതേമാതിരി കുറേ ആളുകളുടെ ഇതിലല്ലേ എനിക്ക് മറുപടി തെരുവിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഇജ്ജൊരു മുഖാമുഖത്തിന് വരാണ്ടോ? ഇജ്ജ് തയ്യാറുണ്ടോ ഒരു മുഖാമുഖത്തിന്, പൊതുമധ്യത്തിന്? ഇജ്ജ് തയ്യാറുണ്ടെങ്കിൽ പറയും ഞങ്ങൾ തയ്യാറാ. നിങ്ങളിപ്പോ വിചാരിച്ചത് ദീനുകളെ കഴിക്കലാണോ? അല്ലെ സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ പറഞ്ഞതിന്റെ യഥാർത്ഥം എന്ന് വെച്ചാൽ കേരള യാത്ര തെളിയിച്ചു കഴിഞ്ഞില്ലടാ. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നടത്തിയ യാത്ര തെളിയിച്ചു കഴിഞ്ഞില്ല. സുന്നികൾ നടത്തിയ യാത്ര സുന്നത്ത് ജമാഅത്തിന്റെ എപ്പോഴും ആളുകൾ എന്നുള്ള തെളിയിച്ചു കഴിഞ്ഞില്ല. ഇജ് സ്റ്റേജ് കെട്ടുമ്പോൾ അന്നെ നോക്കി കാണാൻ വരുന്നവരുണ്ട്. ഒക്കെ എന്റെ ആൾക്കാരെന്ന് വിചാരിച്ചിട്ടുണ്ടാ. കൊണ്ടോട്ടി ഭാഗത്തൊക്കെ കണ്ടപ്പോഴൊക്കെ പിരാന്തന്മാരാ. ഞാൻ ആ സ്റ്റേജൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണും, എനിക്ക് വലിയ കുറെ ആൾക്കാരുണ്ട്. ആ കുറെ പിരാന്തന്മാരെ എന്റെ ഇങ്ങനെ തൊണ്ടേക്ക് കുട്ടി വിചാരിച്ചു വന്നേ കരിച്ചിങ്ങനെ തെറിയല്ലേ പറഞ്ഞ് വൈറ്റൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആക്കാറ് തെറി ഇങ്ങനെ കേൾക്കാന്. ഇങ്ങനെ മുക്കി പിന്നെ തെക്കുവീര് ചെല്ലിച്ചാലുള്ള ഒരു പ്രസംഗം ഉണ്ടാവില്ല എല്ലാവർക്കും. അത് നെട്ടിച്ചാണ് പറയും. ആ മുക്കലൊക്കെ മൂട്ടുകൂടെ പോണോ നോക്കണ്ടേ, അനക്കൊക്കെ നോക്കണ്ടി. വൈകാതെ അനക്കൊക്കെ അള്ളാന്റെ അതാപ് ഇങ്ങനെ ഇറങ്ങും. അത് മൊത്തം കുരുവട്ടൂർക്കാരെ ഇറങ്ങല്. അനക്കൊക്കെ ഒരു ഊരി നല്ലോണ്ട് ഒരു പേരെടുത്ത് പാർത്താണ്ട് അതില് കയറിയാണെങ്കിൽ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഒന്ന് കൂട്ടി പിടിച്ച് കേടുക്കാൻ നോക്കുക. മനസ്സിലാതെ ഈ അബ്ദുല്ലാന്റെ ഒക്കെ തെരുവോ കുറച്ച് കഴിഞ്ഞ മുങ്ങും. വലിയ മുങ്ങലും ദുബായിലൊക്കെ ബിസിനസ് ഉള്ള ആളാ. ഇജ്ജത്ത് വിചാരിച്ചു എന്നെ പോലത്തെ ആൾക്കാരെ ചൂഷണം ചെയ്ത് സംഭാവന വാങ്ങിയാണ്ടേ ഓൻ ദുബായിൽ വലിയ ബിസിനസ്, ഗ്ലോബൽ വില്ലേജിലൊക്കെ ബിസിനസ് ചെയ്ത് കിടക്കുക. സമതിന് മങ്ങളെ കിട്ടിയല്ലേ അലയാnkല്ലേ? അല്ലെ സമുദ്രം എന്തെങ്കിലും കിട്ടും. അനക്കും കുഞ്ഞുങ്ങൾക്ക് എത്താ ചങ്ങായി കിട്ടും. ബടി വാക്കിയോ ഒരു ഇലക്കും കിട്ടൂല. ഞങ്ങക്ക് ആലിമീങ്ങൾ തെറി പറഞ്ഞ് നാളെ ആഖിറത്തിന് വരവൊക്കെ ഉണ്ടാവും. സുന്നത്ത് ജമാഅത്തിനെ ചെറുതാക്കി കാണിച്ച് ഇല്ലാതാക്കിയത് ഒക്കെ ഞങ്ങൾക്ക് അവിടെ വരവൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വരവുക, ചെലവുക, വാക്കുക ഇല്ല കാരണം അവിടെ എഴുതിയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ എനിക്ക് അജ്ജ് തീക്കൊല്ലുകൊണ്ട് എന്തിനാ തലയേറിയാ നടക്കണേ? എന്തെങ്കിലും ഒരു പാരമ്പര്യം പൈതൃകം എനിക്കുണ്ടോ? ഒന്നുമില്ല. എന്റെ പാരമ്പര്യം, എന്റെ പൈതൃകം, എന്റെ എല്ലാം ഒതുക്കുകൾ ഇയാസുണ്ടേനി ഐറ്റങ്ങളിൽ ഏർപ്പിച്ചില്ലേ? എത്ര കാലം ചോദിച്ചു നക്കീന് ആ സുലൈമാൻ ഉസ്താദ് അത്രയും ജീവിതത്തിൽ ഒരു കറാഹത്ത് സംഭവിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആ അന്നം ഉസ്താദുൽ അസാത്തീദിന്റെ പൊരുത്തമില്ലാതെ മൊത്തം നക്കി പോയിട്ടാജി അവിടെ കൊണ്ടേ കൊടുക്കടാജി അവിടെ തിന്നൊക്കെ. അനക്ക് ഹലാലാണെന്നുണ്ടെങ്കിൽ ഹലാല് ചത്ത വാർത്തയില്ലാത്ത അനക്കെ തന്നെ ഹലാല് പറയാമോ? ഉസ്താദുമാരെ അബ്ദുൽ ഉസ്താദിനെ, സുലൈമാൻ ഉസ്താദിനെ, ഫൗൽ ഉസ്താദിനെ, എല്ലാ ഓക്കെ ഉസ്താദിനെ, എ പി ഉസ്താദിനെ, പൊന്മുള ഉസ്താദിനെ, സുന്നത്ത് ജമാഅത്തിലെ മുഴുവൻ ആലിമീങ്ങളും മനസ്സ് വേദനിപ്പിച്ച് ഇങ്ങനെ നടക്കുക. ഒന്നും നേടൂല മോനെ, ഒന്നും നേടില്ല ജീവിതത്തിൽ. അന്റെ മരണത്തിന് മുമ്പ് ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ നിൽക്കുള്ളൂ. വലിയ ഔലിയ അന്റെ മശായിഹന്മാര് പറഞ്ഞ ചങ്ങായി ഈ കോമബന്റെ ഔലിയും സുലൈമാന്റെയും ബീരാന്റെയും മൈമൂന്റെയും പോരാന്റെയും എന്നൊക്കെ പറഞ്ഞ ഈ ആണ്ടികൾ എന്ത് ഔലിയാക്കളോടും ശരീരത്തിന്റെ ഓൽക്കൊക്കെ ഇജ്ജ് കുറച്ചൊക്കെ ഓതി പഠിച്ചല്ലേ? ഇജ്ജ ഓതി പഠിച്ച അടിസ്ഥാനത്തിൽ വേറെ ഒന്ന് പരിശോധിച്ച് നോക്കിയാ എന്തെങ്കിലും ഉണ്ടോ ഓരോടത്തൊക്കെ?
ജീവന് എന്ത് തേങ്ങ ജി തെറി വരുന്ന സമയത്തൊക്കെ ഈ തെറി വരുന്ന ആലിമീങ്ങളൊക്കെ അല്ലെങ്കിൽ പള്ളി ഉദ്ഘാടനം ചെയ്യേ, അല്ലെങ്കിൽ മദ്രസ ഉദ്ഘാടനം ചെയ്യേ, അല്ലെങ്കിൽ ദർസ ഉദ്ഘാടനം ചെയ്യേ, അല്ലെങ്കിൽ പള്ളിക്ക് കുറ്റിയടിച്ചേ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ദീനായിട്ട് നടക്കിയേക്കാരൻ ഇജിങ്ങനെ പോലെ തെറി പറയാണ്. ആ നേരത്തെ കോലി എന്തെങ്കിലും ഒരു ഷോലില് ദീനുമായി ബന്ധപ്പെട്ടൊരു ഷോലിൽ ഇങ്ങനെ പോകുന്ന ആളുകളേക്കാരൻ. ഇതൊക്കെ അറിയാനുള്ള ഒരു സന്മനസ് കാണിക്കണ്ട നൗഷാദെ. എന്ത് ഞങ്ങൾക്ക് പറ്റിപ്പോയി? അന്ന് ഈ ലോകം വെറുക്കുന്ന ഒരു സാഹചര്യത്തിൽ, മുസ്ലിമുകൾ വെറുക്കുന്ന ഒരു സാഹചര്യത്തിക്ക് മാറാനുള്ള ഒരു കടുത്ത തെറ്റ് ജീവിതത്തിൽ ഓരോ ചെയ്തിട്ടുണ്ട്. തിരുവുകാട്ടിൽ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പഠിക്കുന്ന കാലത്ത് പോയി ഒരു മുഖാമുഖം നടത്തി ഓർമ്മയില്ലേ? ആഹ്റം വിളിച്ചാക്കിയോട്ടെ, നമ്മളെ ആജി മുഹമ്മദ് വൈസി പായിപ്പിച്ച ഓർമ്മ ഞങ്ങൾക്ക്. ആരടാജി എന്ന് ചോദിച്ച ഓർമ്മയില്ലേ? മുജാഹിദീങ്ങൾ അവലും വെള്ളം വാങ്ങി കുടിച്ചാണ് അവലുകൾക്ക് വാങ്ങി കുടിച്ച് പോകുന്ന ആളല്ലേ ജി പഠിക്കുന്ന കാലത്ത്? മപ്പുറത്ത് ജോലി ചെയ്തിരിക്കുകയാണ്. എന്ത് ചോദിച്ചു പോന്ന്? കൊന്നാരടുത്ത മപ്പുറത്ത് ജോലി ചെയ്തില്ലല്ലോ. അവിടുന്ന് എന്തേ പോരാൻ കാരണം? എന്റെ വീട് പണി നടക്കുന്നുണ്ട്, എല്ലാരോടും സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. എവിടെ വീട് എടുക്കല്? എവിടെ വീട് എടുക്കണില്ല. എന്റെ കുടുംബങ്ങളോട് അന്വേഷിച്ചപ്പോ എന്താ പറഞ്ഞത്? പച്ച നുണ പറയല്, തുറന്നാ നുണ പറയല്. ഇങ്ങനെ ഒരാള് ചരിത്രത്തിലുണ്ടോ? നാട് ഒഴിവാക്കി, വീട് ഒഴിവാക്കി, കൂട് ഒഴിവാക്കി, കുടുംബം ഒഴിവാക്കി, പഠിപ്പിച്ച ഉസ്താദുമാരെ ഒഴിവാക്കി, ഗുരുനാഥന്മാരെ ഒഴിവാക്കി, ചങ്ങായിമാരെ ഒഴിവാക്കി, ശരിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ കോമാട്ടിച്ചാലിൽ അബ്ദുള്ള പറഞ്ഞ വിടലും കെട്ടിങ്ങനെ നടക്കുക. ചങ്ങായി അതിനൊക്കെ അതൊക്കെ വിട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് സുന്നത്യമാനത്തേക്ക് പോന്നിട്ട് നേർക്കൊന്ന് തലയിൽ കൂടെ വെള്ളം പറഞ്ഞ് അതൊക്കെ ഒന്ന് ഒഴിവാക്ക്. എന്നിട്ട് ആലിമീങ്ങളെ കൂട്ടക്കൂട്, എന്നിട്ട് അള്ളാഹുവിനൊരു മൗഫറത്തിനെ ചോദിക്ക്. ഞങ്ങളെ പോലത്തെ ഈ സാധാരണക്കാർ നാടന്മാർ ഈ വർത്താനൊക്കെ എന്നോട് പറയുന്നത് എത്രത്തോളം എന്റെ തൊള്ള കോളാമ്പിയാണ്. ഇജ് തുപ്പുമ്പോ തുപ്പലല്ലേ വരണേ, തീട്ട വരണേ. ഇജും കുഞ്ഞേമ്മ സമൂഹം അതിലൊക്കെ തീട്ടം വരിക. അല്ലാതെ നല്ലൊരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ അടുത്ത കാലത്തൊന്നും പറയാൻ കഴിഞ്ഞു. റമദാനിൽ വരെ ഞങ്ങള് തെറി പറഞ്ഞു നടന്നില്ലേ? പരിശുദ്ധമാക്കപ്പെട്ട റമദാനില് ഏത് കവലപ്രസവവും നിർത്തിയേക്കണ ആ റമദാനിൽ വരെ എന്ത് ക്രൂസിനോട് അങ്ങ് ഇത്ര വൈരാഗ്യം? അന്നെ പഠിപ്പിച്ചിട്ടില്ല, അന്നെ എത്ര വളർത്തിയോണ്ട് നമുക്ക് ഇത്ര വൈരാഗ്യം? അയാൾക്ക് വിമർശനങ്ങൾ പുത്തരിക. അയാൾ അന്ധകാലത്തെ വിമർശനങ്ങൾ കേട്ട് വളർന്നു, അതുകൊണ്ട് അയാൾക്ക് ഇത്ര വളരാൻ കഴിഞ്ഞു. അയാൾ ക്ഷമിച്ച് സഹിച്ച് അയാള് നടന്നതാ. ആ ക്ഷമക്കും ആ സഹനത്തിനും ആ പൊരുത്തത്തിനും ഉമ്മാന്റെയും ബാപ്പാന്റെയും CM വലിയുള്ളാന്റെയും ഉസ്താദുമാരെയും അവേലത്തുതങ്ങളെയും വൈലത്തുരിതങ്ങളെയും ആലിമീങ്ങളെ സാധാത്തുകളെ സൈദന്മാരെ മുഴുവൻ പൊരുത്തം കിട്ടിയിട്ട് അയാൾ ഇങ്ങനെ റോസാപ്പൂ വിരിഞ്ഞ മാതിരി നിൽക്കുകയാണോ? ഈ വയസ്സിലും 90 കഴിഞ്ഞ ഈ വയസ്സിലും അയാളൊരു കേരളം മൊത്തം യാത്ര നടത്തിയതോ? 14 ജില്ലയിലും നീലഗിരിയിലും യാത്ര നടത്തിയത് അത് തിരുവനന്തപുരത്ത് സമാപിച്ചടോ. ഓരോ ജില്ലയിലും ആ ജില്ലയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അവിടെ മെഡിക്കൽ കോളേജ് വേണോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണോ, എന്താ അവിടുത്തെ പ്രശ്നങ്ങൾ അധികാരികളെ അറിയിച്ചിടൂ. നിങ്ങൾ ഓരോ സ്ഥലത്തും കോമാണ്ടന്മാര് സ്റ്റേജ് ഇട്ടുണ്ടല്ലോ, ആ സ്ഥലത്തൊക്കെ പിത്തനുണ്ടാക്കി ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ. ചിന്തിച്ചോക്ക്, ഇജ്ജ് ചെയ്യുന്ന ദേവത്വം ചിന്തിച്ചോക്ക്. ഇജ്ജ് നാളെ നരകത്തേക്കുള്ള ദേവത്താജൊക്കെ നടത്തി. കുറിച്ച് അയാളെ സംഘടനക്ക് മാത്രമല്ല മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി, മാനവികതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ഇറങ്ങി. ഇജ്ജും ചിന്തിച്ചു കണ്ട ദുരന്തം. ഏതായാലും എന്നും കൊടുന്നിറങ്ങുമ്പോഴേ മുസ്ലിമായി മരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കിടന്നിറങ്ങിക്കാണ്ട് ഞാന് മുസ്ലിമായിട്ടെങ്കിലും മരിച്ച. അല്ലാതെ സുലൈമാൻ ഉസ്താദിന്റെ വാക്കൊക്കെ തട്ടിക്കളഞ്ഞ് അയാളെ കളിയാക്കി, അബ്ദുൽ ഉസ്താദിനെ കളിയാക്കി, ആലിമീങ്ങളെ കളിയാക്കിയിട്ട് കുതിര കയറിയിട്ട് ഓല പേര് കിബിർ പറഞ്ഞിട്ട് തന്താന്നൊക്കെ പറഞ്ഞ് എപ്പിസ്ഥാനിന്റെ തന്താന്ന് പറഞ്ഞു. എവിടെ എത്തി? നൗദുബില്ല. എന്തൊക്കെ പറ്റിയറില്ല. അബൂജാഹിൽ ജീവിച്ചിരിക്കണെങ്കിൽ അന്യമാനുകൂടി ഒരു നൂലുമ കെട്ടിയിട്ട് ഒരു ഒഴുകിന വെള്ളത്തിൽ കൂടെ വിട്ടാൽ മതി. നൂല് പൊട്ടാൻ പാടില്ല. രണ്ടാളും എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഇജും സമതും നിങ്ങൾ 4 ആളും കൂടി ഒരു നൂലുമ കെട്ടിയിട്ട് ആട് വിടാന്നല്ലേ ഏതും തോട്ടിൽ കൂടെ. ഇന്ന് 4 ആൾക്കും എപ്പോഴും ഇങ്ങനെ കണ്ടുപോലെ. മറ്റേ അതിലൂടെ സേക്കായാണ്ട് എവിടെയെങ്കിലും എവിടെ സിനിമ കാണാനോ അല്ലെങ്കിൽ ദുബായ് ഗ്ലോബൽ വില്ലേജിലോ ഒക്കെയെങ്കിലൊക്കെ പോകും. ഇവിടുത്തെവരിലെ ഓൻ കാട്ടിലാണ്, ഓൻ നാട്ടിലാണ്, ഓൻ വനത്തിന്റെ ഉള്ളിലാണ്, ഓൻ മണ്ണിന്റെ അടിയിലാണ്, ഓടെ വിഭാഗത്തെടുത്തോണ്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഓ ഇടിയല്ല, ഓൻ നല്ല സഞ്ചാര ഇതുള്ള സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുക ഓന് ഫാമിലി. കറാമത്ത് നമ്മളെന്താ പറയണ്ടേ? ഞാൻ അതുള്ള തീരുമാനിച്ചു.
അബ്ദുല്ലാന്റെ ഇച്ചാച്ചൻ തീരുമാനിച്ചേക്കാരും. അബ്ദുല്ല തീരുമാനിച്ച കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. അബ്ദുല്ലാനും വെല്ലുവിളിക്കല്ലേ നമ്മളെത്ത അബ്ദുല്ല വെച്ചിട്ട്. പേരപ്പനാവും നസറാണി